ലെറ്റ്സ് സ്റ്റാർട്ട്. 10 വേർഡ് പഠിച്ചു. ആദ്യത്തെ 10 ആയിരിക്കില്ല, അതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും. അപ്പോൾ മൊത്തം പഠിക്കണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം തരാം. വീഡിയോ ഓഫ് ഒന്നും ചെയ്യണ്ട. പറഞ്ഞോളൂ ശ്രേയ. നമ്മളെ അല്ല ആൻമരിയ. ആൻമരി എന്താ പറയാനുള്ളത്? അർത്ഥല്ലേ? അർത്ഥം അത് തന്നെ. അർത്ഥം ചോദിക്കലല്ല, എഴുതല്. ആദ്യത്തെ 10 പോലെ. ആദ്യത്തെ 10 മതിയോ? എന്നാ ഓക്കെ. ഓക്കെ, നിങ്ങൾ 3-4 പേരേ ഉള്ളൂ അല്ലേ? ആരൊക്കെ ആബ്സെന്റ് മക്കളെ ഒന്ന് പറഞ്ഞു തന്നെ. അറ്റൻഡൻസ് രജിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രസന്റ് ആരൊക്കെയാന്ന് പറയാം മിസ്സേ? പ്രസന്റ് ആരൊക്കെയാന്ന് എനിക്കറിയാലോ. ആബ്സെന്റ് അലൻ, ജോയൽ, ഓക്കെ, ശ്രേയ, ദിയ. നിങ്ങൾ പഠിച്ചു. ഒൻപത് പേരില്ലേ മക്കളെ? അപ്പോൾ ആരാ ഒരാള്? അലൻ, ജോയൽ, ശ്രേയ, ദിയ. ഒൻപത് പേരില്ലേ? അപ്പൊ ലഫ്രാസ് 7-ലാണല്ലോ. പിന്നെ ആരാ? ഇജാസ്. ഓക്കെ, താങ്ക് യു. പഠിച്ചോ? Okay, first one. Miss, 1 minute. Take the note. മിസ് പറയുന്നതിന്റെ അർത്ഥം മാത്രം എഴുതിയാൽ മതി. പോരാ, മിസ് പറയുന്നതും എഴുതണം, അർത്ഥം എഴുതണം. പിന്നെ ഡിക്റ്റേഷൻ ആവൂടാ ശ്രീദേവേ. ആദ്യത്തെ 10 അല്ലേ പറഞ്ഞേ? ബുക്ക് മാറ്റട്ടെ. ബുക്കെല്ലാം എടുത്ത് സത്യസന്ധമായിട്ട് എഴുതണം. നല്ല കുട്ടികളായിരിക്കണം. ഫസ്റ്റ് വൺ, മുരട്ടു സ്വഭാവം. മുരട്ടു സ്വഭാവം. ഇജാസ് വന്നു അല്ലേ? ഇജാസ് ഡിക്റ്റേഷൻ ആണ്, വേഗം എഴുതിക്കോ. ഓപ്പൺ യുവർ വീഡിയോ. എഴുതിക്കോ, ഡിക്റ്റേഷൻ ആണ്. മുരട്ടു സ്വഭാവം. ഫിനിഷ്. മുരട്ടു സ്വഭാവം എന്ന് എഴുതുക. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതും എഴുതുക. എഴുതിയോ ഇജാസ്? ഓക്കെ, സെക്കൻഡ് വൺ, സമ്മർദ്ദം. സമ്മർദ്ദം. നിങ്ങൾ എവിടെ എഴുതുന്നത്? എനിക്കൊന്ന് കാണിച്ചു തന്നെ നിങ്ങൾ എഴുതുന്നത്. ആൻമരി റഫ് ബുക്ക് ആണോ? ഓക്കെ, എംഎസിന്റെ നോട്ട് മിസ്. മിസ് എംഎസിന്റെ നോട്ടിന്റെ ബാക്കിൽ എഴുതിയാ പോരെ? ഞാൻ എംഎസിന്റെ നോട്ടിൽ എഴുതി. ഓക്കെ, സമ്മർദ്ദം അല്ലേ? യെസ്, സമ്മർദ്ദം.
ഇജാസ് ബുക്കൊന്നും നോക്കാൻ പാടില്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്, എനിക്കറിയാം. സത്യസന്ധമായി 1 മാർക്ക് കിട്ടിയാൽ നമുക്കത് മതി അല്ലേ? നോക്കി എഴുതി ഫുള്ള് വാങ്ങിയിട്ട് എന്താ വേണ്ടേ? അടുത്തത് നിഷ്പക്ഷമതി. നിഷ്പക്ഷമതി. ഒന്നുകൂടി പറയാമോ? നിഷ്പക്ഷമതി. നിഷ്പക്ഷമതി. ഓക്കെ. നിർബന്ധിതൻ. നിർബന്ധിതൻ. എന്തായാലും മൂന്നാമത് പറഞ്ഞില്ലേ? അതെന്തായാലും നിഷ്പക്ഷമതി. എഴുതിയോ? ശ്രീദേവ് ആരെയാ നോക്കുന്നേ? സത്യം പറ. നിങ്ങൾ എത്ര? 2, 4, 5 പേരേ ഉള്ളൂ. എനിക്ക് നന്നായി കാണാം. ഓക്കെ. ദൈവം സഹായിച്ച എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഓക്കെ. നിഷ്പക്ഷമതി കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞേ? നിർബന്ധിതൻ. നെക്സ്റ്റ് വൺ നിരപരാധി. നിരപരാധി. സിമ്പിൾ വേർഡല്ലേ? എഴുതിയോ? പ്രവണത. 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 എത്ര വേർഡായി മക്കളെ? അമർഷം. നിരപരാധി കഴിഞ്ഞിട്ടെന്താ? നിരപരാധി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അമർഷല്ലേ? പ്രവണത. 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 മിസ് അത് കഴിഞ്ഞിട്ടാണ് അമർഷം. അമർഷം. തച്ചുടക്കുക. എഴുതിയോ? ഓക്കെ. തച്ചുടയ്ക്കുക. തച്ചുടയ്ക്കുക.
എഴുതിയോ? ഇജാസ് എഴുതിയോ? എഴുതിയോ? അടുത്തത് ആജ്ഞ. എന്താ മിസ്? ആജ്ഞ. ആജ്ഞ. ഇപ്പോ 10 വേർഡായില്ലേ? ഇല്ല, മിസ് ഒന്നും കൂടി പറഞ്ഞാലേ 10 വിടാവും. ഒരു മിനിറ്റ്, ഏതാ പറയാ? പശ്ചാത്തലം. പശ്ചാത്തലം. അല്ലേ? അപ്പോൾ ഇത് ഇപ്പൊ തന്നെ മിസ്സിന് സെൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? സൂം ഓഫ് ചെയ്യാതെ മിസ്സിന് സെൻഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റൂലേ? ഓക്കെ, നിങ്ങൾ 5 പേര് വീഡിയോ ഓഫ് ആവും. വീഡിയോ ഓഫ് ആവും, കുഴപ്പമില്ല. ഒന്ന് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തന്നെ. ഓക്കെ മിസ് ഓ, ഒത്തിരി കിട്ടിയില്ല മിസ്സേ. സാരമില്ല. ഇതിപ്പോ എനിക്ക് എന്താ, ഞാൻ ഗ്രൂപ്പിലൊന്നുമല്ല, മിസ്സിന് പേഴ്സണലായിട്ട് ഇടാനാ പറഞ്ഞത്. മിസ്സിന്റെ നമ്പർ ഇല്ലേ? മിസ്സിന് പേഴ്സണലായിട്ട് ഇട്ട് തരാനാ പറഞ്ഞത്. ഡോണ്ട് വറി, ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാവും. മിസ് നമ്പർ ഒന്ന് പറയാമോ? 96 56 91 73 11. ഓക്കെ. മിസ് എനിക്ക് 9 കിട്ടുള്ളൂ. 9 മിസ് ഞാൻ അയച്ചിട്ടുണ്ട്. പശ്ചാത്തലം എഴുതിയോ മോനെ? പശ്ചാത്തലം എഴുതിയിട്ടേ ആ പിന്നെ ഏതാ എഴുതിയിട്ട്? സമ്മർദ്ദം, എഴുതി. അമർഷം, എഴുതി. പ്രവണത, എഴുതി. ഫെയ്ത്ത് ആണോ ഇപ്പൊ മിസ്സിന് അയച്ചത്? അതെ മിസ്. ഞാനും അയച്ചു. ഫെയ്ത്ത്. ഓക്കെ. പിന്നെ ഏതാ എഴുതാൻ വിട്ടേ? മുരട്ട് സ്വഭാവം, പ്രവണത, അമർഷം, തച്ചുടക്കുക. ഇല്ല, അത് എഴുതിയില്ല. അതെ. ശ്രീദേവ് ചെയ്തു. ഓക്കെ. ആൻമരിയ ചെയ്തു. ഇനി ഷോണും ഇജാസും. ഒരു ക്ലാസ് എടുക്കുന്നില്ലേ? മിസ് ഇപ്പൊ നോക്കുവോ മിസ്? ഇപ്പൊ നോക്കണോ? പിന്നെ നോക്കിയിട്ടാ പോരെ? നോക്കിട്ട് മാർക്ക് ഇപ്പൊ പറഞ്ഞോ മിസ്? ഇപ്പം തന്നെ പറയണോ? അപ്പൊ സമയം പിന്നെയും പോവൂലേ? നോക്കിട്ട് പിന്നെ സെൻഡ് ചെയ്തരാ. ഓക്കെ. ഇജാസ്, ഷോൺ രണ്ടുപേരും കൂടി ഇട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇട്ടു. മിസ് ഇട്ടോ? ഷോൺ ഇട്ടു, ഇജാസ്. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഡിക്റ്റേഷൻ ഇട്ടു. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എഴുതിയവർക്ക് മനസ്സിലാവും, എഴുതാത്തവർക്ക് മനസ്സിലാവും. എത്രമാത്രം നിങ്ങളുടെ ചെറിയ ചെറിയ വർക്കുകളാണ്. ഇപ്പം രാവിലെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര തോന്നിയിട്ടുണ്ടാവില്ല. എന്ത് ഇത്ര വിഷമമുണ്ടെന്നോ
അല്ല, കിട്ടാത്തവർക്കാണ് പറഞ്ഞത്. കിട്ടിയവരുടെ കാര്യമല്ല, കിട്ടാത്തവർ എഴുതാൻ കിട്ടാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും, നമുക്കിത് എഴുതാൻ കിട്ടുന്നില്ല എന്ന്. മനസ്സിലായോ? വായിക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വായിച്ചുകൊണ്ടിരിക്കുക, വായിച്ചു കഴിഞ്ഞ് റഫായി എഴുതി തന്നെ പഠിക്കുക. മനസ്സിലായോ? സിമ്പിൾ വേർഡായി നമുക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് തെറ്റൽ. ഇനി ഓരോ കാര്യവും ഞാൻ അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡിക്റ്റേഷനൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾ വില്ലിങ്ങായി ഇരിക്കുക. ഓക്കെ, ഇജാസിന് എന്താ ഇത്ര ചിരി വരുന്നേ? ഇതൊക്കെ എന്ത് അല്ലേ? അല്ലേ, നമുക്ക് അടുത്ത പാഠാണ് തുടങ്ങേണ്ടത്. ഇതിൻ്റെ ഇതിലെല്ലാം കഴിഞ്ഞു അല്ലേ? കാട്ടാളരാജൻ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കുറച്ച് പറയാം നമുക്ക് അല്ലേ? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ കുഞ്ചൻ നമ്പ്യാർ? കവിയാണ്. ആരാ? കവി. യെസ്, കവി തന്നെ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം അല്ലേ? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് പറയാം. ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശി മംഗലം ശിവക്ഷേത്രത്തിന് തൊട്ടുള്ള കലക്കത്ത് വീട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മം എവിടെയാണ്? ലക്കിടി, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ? ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലം ശിവക്ഷേത്രത്തിന് തൊട്ടുള്ള കലക്കത്ത് വീട്ടുപേര് അല്ലേ? നമുക്കെല്ലാവർക്കും ഓരോ വീട്ടുപേരുണ്ടാവുമല്ലോ. ആ കലക്കത്ത് വീട്ടിലാണ്, കലക്കത്ത് വീട് എന്നാണ് കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേര്. കലക്കത്ത് വീട്ടിൽ നമ്പ്യാർ ജനിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാണ് ജീവിതകാലം അല്ലേ? 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാണ് ജീവിതകാലം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതാ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടതാ ആദ്യമായി കണ്ടുപിടിച്ച ആൾ, തുള്ളൽ പ്രസ്ഥാനം ആദ്യമായി കണ്ടുപിടിച്ച ആൾ. ശ്രീദേവ് എന്താ വീഡിയോ ഓഫാക്കിയേ? അദ്ദേഹം ഫലിത സാമ്രാട്ടാണ്. ഫലിത സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര തമാശയാണ് അല്ലേ? തമാശയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കലാരൂപം അവതരിപ്പിക്കുന്നത്. ജനകീയ കവിയാണ്. ജനകീയ കവി പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ജനകീയ കവി. ഇപ്പോൾ സിനിമയിലൊക്കെ ഇപ്പോൾ അവാർഡ് വരുന്നില്ലേ? ജനകീയ നടൻ, ജനപ്രിയ നടൻ, ജനപ്രിയ നടി എന്നൊക്കെ അല്ലേ ഇപ്പം വരുന്നത്. അപ്പോൾ ജനകീയ കവിയാണ് ഫലിത സമ്രാട്ട്, ജനകീയ കവി തുടങ്ങിയ ബിരുദങ്ങളും സഹൃദയ ലോകം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സഹൃദയ ലോകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അല്ലേ? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലോകം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഈ പദവിയൊക്കെ, ഈ ബിരുദങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 60-ൽ പരം തുള്ളലുകൾക്ക് പുറമെ ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, ശിവപുരാണം, പഞ്ചതന്ത്രം തുടങ്ങിയവയും നമ്പ്യാരുടെ സംഭാവനകളാണ്. എത്ര തുള്ളൽ പ്രസ്ഥാനങ്ങൾ എത്ര ഉണ്ട്? 60-ൽ പരം തുള്ളലുകൾ. അതിനു പുറമെ ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, ശിവപുരാണം, പഞ്ചതന്ത്രം തുടങ്ങിയവയും നമ്പ്യാരുടെ സംഭാവനകളാണ്. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്ന് 3 തരം തുള്ളലുകൾ ഉള്ളതിൽ ശീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട കല്യാണ സൗഗന്ധികം തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. അതായത് നമ്മുടെ ഈ തുള്ളൽ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അതിൽ ശീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട കല്യാണ സൗഗന്ധികം തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ള കാട്ടാളരാജൻ അല്ലേ? നമ്പ്യാർ ആദ്യം എഴുതിയ തുള്ളലും ഇതാണത്രേ. ഈ തുള്ളലായിരുന്നല്ലോ ഏറ്റവും ആദ്യം എഴുതിയതാണ് ഈ തുള്ളൽ. കലഹാര പുഷ്പം തേടിപ്പോകുന്ന ഭീമസേനൻ കാട്ടിൽ വച്ചു കാട്ടാളരുടെ നായാട്ട് കാണുന്നതാണ് സന്ദർഭം. ഈ കവിതയിൽ, അതായത് നമുക്ക് പഠിക്കാനുള്ള ഈ കവിതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കൽഹാര പുഷ്പം തേടിപ്പോകുന്ന ഭീമസേനൻ. ഭീമസേനനെ അറിയോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, പറയാൻ തുടങ്ങി ഒരുപാട് പറയാനുണ്ടല്ലേ. ഭീമസേനൻ കാട്ടിൽ വച്ച് കാട്ടാളരുടെ നായാട്ട്, അവരുടെ നായാട്ട് പറഞ്ഞാൽ എന്താ? അവർ വേട്ടയാടുന്നത് അല്ലേ? അവർ ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടുന്നത് കാണുന്നത് ആണ് സന്ദർഭം. ആ സന്ദർഭമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഷോൺ ഉറങ്ങുമോ ഇപ്പോൾ? ഇല്ല. അപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ളത് മനസ്സിലായില്ലേ? അത് വായിക്കണേ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ ഏത് കവിയാണോ നമ്മുടെ കവിത എഴുതിയത്, ആ കവിനെ കുറിച്ച് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. ആരാ എഴുതിയത്, ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ
പിന്നെ കഴിവുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് നന്നായി പഠിക്കുക. ഓക്കെ, ഒരു 2-3 പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ എഴുതാൻ കിട്ടാത്ത, അതായത് വിഷമമുള്ള വാക്കുകൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എഴുതി തന്നെ പഠിക്കുക. ഇനി നമുക്ക് നാളെ തന്നെ ഇല്ലേ മലയാളം? അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, നിങ്ങളെ രാവിലെ നേരത്തെ ചോദിച്ച പോലെ വീട്ടിലേക്ക് വിട്ടിരിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ബൈ. ഓക്കെ. മിസ്സേ